നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി എന്റെ മുമ്പിൽ അവന്റെ സ്ഥാനത്ത് ഗൗതമേ ഉള്ളൂ. വരുണിന് കൊടുക്കാൻ തീരുമാനിച്ചിരുന്ന സ്ഥാനം ഗൗതമിന് കൈമാറിയാലോ എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. നീ ഇതുവരെ നിർത്തിയില്ലേ? ഇല്ല, വല്യച്ഛൻ സുഖമായിട്ട് ഉറങ്ങുന്നത് കണ്ടപ്പോ നിർത്താൻ തോന്നിയില്ല. കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട് വല്യച്ഛ? കുഴപ്പമില്ല. ഞങ്ങളിവിടെ ഓരോന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മുതൽ ഇവൻ എന്റെ കാല് ഞെക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഉണർന്നപ്പോഴും ഇവൻ അതേ ഇരിപ്പ് തന്നെ. അതിനിടയിൽ ഞാൻ വന്ന് വിളിച്ചു കേട്ടാ. അവൻ മിണ്ടാതെ പോകാൻ ആംഗ്യം കാണിക്കുക ചെയ്തത്, ഉണർത്താതിരിക്കാൻ. ഇവന്റെ ഒരു കാര്യം ഇങ്ങനെയാ, മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യം തീരുമാനിച്ച പിന്നെ അതിൽ നിന്നും മാറ്റമില്ല. ഏട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏട്ടന്റെ ഈ അവസ്ഥയിൽ വരുൺ ഇവിടെ നിന്നും പോകുന്നത് ഒട്ടും ശരിയാവില്ല. ഒരു തവണ കൂടി ഏട്ടൻ വരുണിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്ക്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അവനവന്റെ ഇഷ്ടത്തിന് പോട്ടെ. അങ്ങനെ അല്ല ഏട്ടാ. ഗൗതം എങ്ങനെ പരിചരിച്ചാലും ഏട്ടന്റെ മനസ്സില് വരുണിനൊപ്പം സ്ഥാനം ഗൗതമിനുണ്ടാവില്ലല്ലോ. ആ, ദാ വരുൺ വന്നു. മോനെ വരുൺ, ദാ അച്ഛൻ വിളിക്കുന്നു. എന്താ? അച്ഛന്റെ അഭിപ്രായം വരുൺ ഇപ്പൊ വിദേശത്തേക്ക് പോകേണ്ടതാ. ഞങ്ങൾക്കൊക്കെ അത് ശരിയാണെന്നാ തോന്നുന്നത്. ഒന്നും മാറ്റി ചിന്തിച്ചുകൂടെ നിനക്ക്? എനിക്കിനി മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. എനിക്കെന്തായാലും പോണം. എനിക്ക് ഈ നാട് മടുത്തു. എന്നെ ഇനി ഈ കാര്യത്തിൽ ആരും നിർബന്ധിക്കണ്ട. അവനാകെ മാറിപ്പോയേട്ടാ. അവൻ പറഞ്ഞു കേട്ടില്ലേ, ഈ നാട് വെറുത്തു വന്നു. അതിന്റെ അർത്ഥം നമ്മളെയൊക്കെ വെറുത്തു എന്നല്ലേ? ഏട്ടനെയും വെറുത്തു എന്നല്ലേ? ഒന്നും മിണ്ടാതിരുന്നേ. ഓരോന്ന് പറഞ്ഞ് ഏട്ടനെ വിഷമിപ്പിക്കാതെ. വലിശ, വരുണിനൊരിക്കലും ഞാനൊരു പകരക്കാരനാവില്ല. പക്ഷേ ഞാനെപ്പോഴും വല്യച്ഛൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. എന്റെ പ്രയോറിറ്റി ഇനി അതിനാണ്. നീ ഇങ്ങനെ വെറും പരിചാരകനാകേണ്ട ഒരുത്തനല്ല. എല്ലാം തീരുമാനിച്ചവൻ പടിയിറങ്ങുകയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ചന്ദ്രശേഖര, നിന്നെപ്പോലും മാറ്റി നിർത്തി കണിമംഗലത്തെ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം വരുണിനെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് അടുത്ത തലമുറയിലേക്ക് അധികാരം കൈമാറുക എന്നത് തീരുമാനിച്ചാണ്. അങ്ങനെയാണെങ്കിൽ
ഇനി എന്റെ മുമ്പിൽ അവന്റെ സ്ഥാനത്ത് ഗൗതമേ ഉള്ളൂ. ഏട്ടാ, വരുണിന് കൊടുക്കാൻ തീരുമാനിച്ചിരുന്ന സ്ഥാനം ഗൗതമിന് കൈമാറിയാലോ എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. അത് വേണോ ഏട്ടാ? സ്നേഹത്തിന് മുന്നിൽ തലകുനിച്ച് നിന്നുകൊടുക്കാം. വാശിക്ക് മുമ്പിൽ കണിമംഗലം പരമേശ്വരൻ അത് ശീലിച്ചിട്ടില്ല. കണിമംഗലം പരമേശ്വരന്റെ പിൻഗാമി ഇനി ഗൗതമായിരിക്കും. പോകുന്നതിന് മുമ്പ് അതുകൂടി ഞാൻ അവനെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അഖിൽ സർ, ഞാൻ അവളെ കണ്ടു. എന്നെ പോലെ തന്നെയുണ്ട്. പക്ഷെ അടുത്ത് ചെല്ലാനോ ഞാനാണ് അവളെ പ്രസവിച്ചതെന്ന് പറയാനോ എനിക്ക് കഴിഞ്ഞില്ല. കാണാതിരിക്കുമ്പോ അവൾ അകലത്തായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ആ ദൂരം വീണ്ടും കൂടിയതുപോലെ. എന്നെങ്കിലും എനിക്ക് അവളോട് പറയാൻ പറ്റില്ലേ, നീ എന്റെ മോളാണെന്ന്? എന്നെങ്കിലും എനിക്ക് അവളെ ചേർത്ത് പിടിക്കാൻ പറ്റില്ലേ? ശ്യാമേ, ഞാൻ കരുതിയത് മോളെ കണ്ട ദിവസമാവുമ്പോ ശ്യാമ നല്ല സന്തോഷത്തിലാവുന്ന. സന്തോഷിക്കാനുള്ളതൊന്നും സംഭവിച്ചില്ലല്ലോ ചേച്ചി. ഇപ്പോഴും ഒന്നും അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ലല്ലോ എനിക്ക്. ഇതുവരെയുള്ള പ്രാർത്ഥന എന്തായിരുന്നു? അവള് സുരക്ഷിതയായിരിക്കണം, സന്തോഷായിരിക്കണം എന്നൊക്കെയല്ലേ? അങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. എത്ര സന്തോഷത്തോടെയാ ആ അച്ഛനും അമ്മയും അവളെ കൊണ്ടു നടക്കുന്നത്. അതില് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ പ്രസവിച്ച അമ്മ മുമ്പിൽ വന്നു നിന്ന എന്തെന്ന് ചോദിച്ചപ്പോ അതിനുള്ള അവളുടെ മറുപടി ഉണ്ടല്ലോ, അതെന്റെ ഹൃദയത്തിലാ കൊണ്ടത്. ആ അമ്മ മുമ്പിൽ വന്നു നിന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ? അതൊന്നും നല്ല ചോദ്യങ്ങളായിരിക്കില്ല. അവളുടെ ദേഷ്യവും സങ്കടവും ഒക്കെ അതിൽ കാണും. നോക്ക്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ശ്യാമേ. രാധിക നല്ല കുട്ടിയാ. ആരുമില്ലാത്ത അവൾക്ക് ഒരു ജീവിതം കൊടുത്തവർക്ക് വേണ്ടി അവള് തന്നെ സമർപ്പിച്ചിരിക്കുക. ശ്യാമയുടെ മോളല്ലേ, ആ ഗുണം കാണാതിരിക്കോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.